കളിക്കും. എന്താ രാമു? രാമു 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 എന്താ രാമു? എവിടെയാ കിടത്തിയിരിക്കുന്നത്? ICU-ലാണ്. രാമുവിന്റെ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ കൂടുതലാണ്. ഇതൊരു പാരാലിറ്റിക് അറ്റാക്കാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ കൂടുതലായത്? വാരി വലിച്ച് തിന്നാറുണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ. രാമുവിന്റെ ഭക്ഷണ കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ എല്ലാം ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും വരരുതെന്ന് പേടിച്ച് മതിയാവളും ഭക്ഷണം വരെ ഞാൻ കൊടുത്തിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? കൊളസ്ട്രോൾ കൂടാൻ വഴിയില്ലല്ലോ. കൂടിയിട്ടല്ലേ അദ്ദേഹം അവിടെ കിടക്കുന്നത്? വന്നത് വന്നു. നൗ ഹീ സീരിയസ്. നല്ല മനക്കരുത്ത് കാണിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളാൽ കഴിയുന്ന ഒക്കെ ചെയ്യാം. എന്തു പറ്റി രാമു? ഞാൻ എത്ര ശ്രദ്ധിച്ചു, എന്തൊക്കെ നിയന്ത്രിച്ചു, എന്നിട്ട് ഈ സ്ഥിതി വന്നല്ലോ. പറയൂ. വിശപ്പ് പോവാഞ്ഞിട്ട് ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാരി വലിച്ചു തിന്നാറുണ്ടായിരുന്നു? എന്തിനാ രാമു ഇങ്ങനെയൊക്കെ ചെയ്തത്? പറയൂ രാമു. പറയാനാ പറഞ്ഞത്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ. എന്താ ഇത്? ഒന്നും പറയാൻ കഴിയുന്നില്ലേ? പറയൂ. എന്തെങ്കിലും പറഞ്ഞു നോക്കൂ. ശബ്ദം വരും. എന്നെ വിളിച്ചു നോക്കൂ. നമ്മുടെ മോളെ വിളിച്ചു നോക്കൂ. മോള് ഒന്ന് വിളിച്ചു നോക്കൂ. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകും. ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്. മോളെ വാ. സാറേ, മുതലാളിക്ക് എങ്ങനെയുണ്ട്? എന്നോട് ആരും ഒന്നും പറയുന്നില്ല. ഒന്നും മിണ്ടാൻ വയ്യ, അനങ്ങാൻ വയ്യ എന്ന് സിസ്റ്റർ പറഞ്ഞു. സാറേ, Get me the blood report of that patient immediately. മുതലാളിക്ക് എങ്ങനെയുണ്ട്? എന്താ സൂക്കേട്? താനാരാണ്? ഞാൻ രാമേന്ദ്രൻ മുതലാളിന്റെ ഡ്രൈവറാ. It's a stroke due to intracerebral hemorrhage, a type of cerebrovascular accident. എന്താ തന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോ?
ഡോക്ടർ പറയുന്നത് എപ്പോഴും ഇങ്ങനെ അടുത്ത് വന്ന് പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഇത്രയും അനുവദിച്ച് തന്നെ നമ്മളോടുള്ള പരിചയത്തിന്റെ പേരിൽ. അനുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ നീ എന്താ പറയാൻ ശ്രമിക്കുന്നത്? ഒരു പേടിയും വേണ്ട, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഡോക്ടറെ വിളിക്കണോ? ദേ, നീ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്താൽ വെറുതെ വേദന കൂടുകയേ ഉള്ളൂ. എന്താ ഒന്നുകൂടെ പറ. പ്രിയ പ്രിയ അറിയിച്ചിട്ടില്ല. എന്തിനാ അറിയിക്കുന്നത്? അതിന് മാത്രം നിനക്കൊന്നുമില്ല. നിനക്ക് അങ്ങോട്ട് പോണമെന്നോ ഈ കണ്ടീഷനില്? കാണണോ? വിളിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. അവൾ ഇങ്ങോട്ട് വന്നാ ആകെ പ്രശ്നമാവൂലേ? നിന്റെ അസുഖം മാറട്ടെ, എന്നിട്ട് അവളെ കാണാം. എന്താടാ? നിനക്ക് അവളെ കാണണം, അത്രയല്ലേ വേണ്ടൂ? ഞാൻ വിളിക്കാം. എഴുത്തെഴുതണമെന്നോ? ആർക്ക്? ഞാൻ എഴുതണമെന്നോ? ഞാൻ എഴുതിയോന്നോ? ശ്രീകുട്ടന്റെ ഡോക്യുമെന്റിന്റെ കാര്യമാണോ നീ പറയുന്നത്? സോറിയടാ, അത് എഴുതിയിട്ടില്ല. അതിനൊക്കെ ഇനി എത്രയോ സമയമുണ്ട്. 5 വയസ്സായ കുട്ടിക്ക് ഇപ്പോഴേ രേഖ ഉണ്ടാക്കി വെക്കണോ? മാത്രമല്ല, നീ എന്താ ഈ കിടപ്പ് സ്ഥിരമാക്കാൻ പോവാ? നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ഈ ബഹളമൊക്കെ ഡോക്ടർമാർ വെറുതെ ഫോം ആക്കുന്നതല്ലേ. നല്ല കാര്യമായി. കണ്ണുകൊണ്ടും കൈ കൊണ്ടുള്ള സർക്കസ് ഒന്നും വേണ്ട. നീ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ഇല്ലടാ മോനെ, അതൊന്നും അത്ര പെട്ടെന്ന് നിൽക്കൂല. ഒന്ന് കാട്ടി വേദനിപ്പിക്കാൻ വെറുതെ വികൃതി കളിക്കല്ലേ. ഹലോ ഹലോ, പ്രിയല്ലേ? അതെ. ഞാൻ സുരേഷാണ്. എന്താ? രാമചന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. ഒരു നെഞ്ചുവേദന. പേടിക്കാനൊന്നുമില്ല. എന്നാലും പ്രിയ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഹലോ ഹലോ, ആ, ഇവിടേക്ക് വന്നാൽ എങ്ങനെയെങ്കിലും കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടെ ഭാരതിയും അനുവും രാമേന്ദ്രന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. രാവിലെ ഒരു 9-9:30 മണിക്കൊന്നും അവരുണ്ടാവില്ല. അപ്പൊ കാണാം. ഹലോ ഹലോ, എന്തോ ഒന്നും പറയാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. അമ്മേ, അമ്മേ, എന്താ അമ്മേ? പ്രിയ, എവിടെ കിടക്കുന്നത്? ഇവനെങ്ങനെ ബഹളം വെച്ചാൽ ആകെ പ്രശ്നമാവും. ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത് ഭാരതിയുണ്ട്. അവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ മാത്രം അങ്ങോട്ട് വന്നാൽ മതി. 5 മിനിറ്റ്. ഭാരതി തിരിച്ചു വരുന്നതിന് മുമ്പ് പുറത്ത് വന്നേക്കണം. എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ എവിടെയമ്മേ?
അച്ഛാ ഡോക്ടർ വരാൻ വൈകോ? ഇല്ല, റൗണ്ട്സിന് പോയതാണെങ്കിൽ പെട്ടെന്ന് വരും. അച്ഛാ അച്ഛാ അച്ഛൻ കേൾക്കുന്നുണ്ട് മോനെ. തിരിച്ചു പറയാൻ കഴിയാഞ്ഞിട്ട. എന്താ? ഒന്നും വേണ്ട. എനിക്ക് ഇവനുണ്ടല്ലോ, വേറൊന്നും വേണ്ട. ഇവനുള്ളപ്പോ ചന്ദ്രയുടെ ഒപ്പം ഉള്ളതുപോലെയാണ്. വേഗം ഭേദമായി കണ്ടാൽ മാത്രം മതി. എന്താ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്? കാണണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എന്താ ഡോക്ടർ? രാമേന്ദ്രന്റെ സ്ഥിതി അല്പം ക്രിട്ടിക്കലാണ്. 24 മണിക്കൂർ കഴിഞ്ഞു കിട്ടണം. അതൊന്ന് പറയണമെന്ന് തോന്നി. കുട്ടിയും ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി. ആ സ്ത്രീ രാമുന്റെ കൈ പിടിച്ച് കരയുന്നുണ്ടോ? ആരാത്? കരയുന്നത് ആശുപത്രിയിൽ സാധാരണമാണ്. ഇവിടെ ചില രോഗികളുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവര് മറ്റുള്ള രോഗികളുടെ അടുത്തൊക്കെ പോയി കരയും. ഞാൻ കണ്ടിട്ടുണ്ട്. ആരാത്? ആ സ്ത്രീ ഏതാ? ആ കുട്ടി ഏതാ? ആരാ രാമു അത്? എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി ആരാന്നെങ്കിലും പറഞ്ഞൂടെ? അതാരാ? എനിക്കിപ്പോ അറിയണം. എന്താ ഇത്? ഹീസ് ക്രിട്ടിക്കൽ. അയിനോ, എനിക്കറിയാം. എന്റെ രാമു ക്രിട്ടിക്കലാണ്, എനിക്കറിയാം. എന്താ ചെയ്യാ? മാഡം, ഞാൻ ബഹളം വയ്ക്കില്ല. അറിയാതെ വന്നതാണ്. ഭാരതി നിങ്ങളെ കണ്ടു. ഇനി ഏത് നേരത്തും അവരെന്റെ മെക്കിട്ട് കയറും. സാരമില്ല, വരുന്നത് വരട്ടെ. നിങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്തു വെക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബസ് കയറ്റി തരാം. ഞാൻ പോകുന്നില്ല. പോകുന്നില്ലേ? പിന്നെ എന്ത് ചെയ്യും? എന്നാൽ ഒരു മുറി എടുത്തു തരാം, അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നാലും വിവരം അറിയാലോ. മുറിയൊന്നും വേണ്ട. പിന്നെ ഇവിടെ എവിടെ നിൽക്കും? അവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അവന്റെ അവസ്ഥ വരെ അവരെ മറക്കും. കണ്ണിൽ പെടാതെ ഞാൻ നോക്കിക്കോളാം. എന്നോട് പോകാൻ പറയരുത്. അദ്ദേഹത്തെ ഈ നിലയിൽ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല. പോകാൻ പറയരുത്. ശരി, നിങ്ങളുടെ ഇഷ്ടം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? സൂക്ഷിക്കണം. ശ്രീരാഗമായിൻ ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകും തൂവെൺകിനാവിൻ പൊൻതൂവലാലൻ ഏകാന്തമൗനം നീയലിഞ്ഞലിഞ്ഞു തഴുകി
നിറസന്ധ്യകളിൽ നറുമുന്തിരി പോൽ ചെറുതാരകളുതിരുമ്പോൾ കളിയാടാനും കഥ പറയാനും കനവിലൊരു ഞാലുണരും നിൻകുരുന്നു മോഹശലഭം അതിലാടും കാതോരമാര മൂളുന്നൊരീണം ശ്രീരാഗമായി ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകും ചിറകാർന്നുണരും വനനീലിമയിൽ മനമുതിർമണിയണിയുമ്പോൾ സ്വരതന്ത്രികളിൽ വരമന്ത്രവുമായി ശുഭകരഗാഥകൾ പാടാം കൂടണഞ്ഞു വീണ്ടും ഉണർവിൻ കണിയാവാം കാതോരമാരോ മൂളുന്നൊരീണം ശ്രീരാഗമായി ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകും അച്ഛാ എന്താ മോനെ? പോയി. സമയമായി, ഇനി വഹിക്കണം. എന്റെ അച്ഛനൊന്നും ചെയ്യണ്ട അങ്കിൾ. അച്ഛാ അച്ഛാ
അച്ഛാ, അച്ഛാ. ഇവൻ രാമചന്ദ്രന്റെ മകനാണ്. മകൻ ജീവിച്ചിരിക്കാൻ മറ്റാരെങ്കിലും കർമ്മം ചെയ്താൽ ആത്മാവിന് ശാന്തി കിട്ടില്ല. അത് അറിഞ്ഞുകൊണ്ടൊരു കാഴ്ചക്കാരനെ പോലെ നിന്നാൽ എനിക്കും. വേണ്ട, അഞ്ച് വേണ്ട, വേണ്ട അഞ്ച്. വേണ്ട അഞ്ച്, വേണ്ട. ഇതൊരു നിമിത്തമാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പൊ ഇവിടെ വരില്ലായിരുന്നു. വേണ്ടെങ്കിൽ എന്റെ അച്ഛനെ കത്തിക്കണ്ടെങ്കിൽ എന്റെ അച്ഛൻ ആ ചെക്കനെ കൊണ്ട് നീ കത്തിച്ചത് അവന്റെ ചെതയല്ലടാ, ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവുമാണ്. ചത്തു കഴിഞ്ഞ ആർക്കും വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞൂടെ? ബന്ധം പറയാൻ അവൻ എഴുന്നേറ്റ് വരുമോ? ഏത് കുഞ്ഞിനും അവന്റെ അച്ഛനെ കണ്ടാൽ മനസ്സിലാവും. ആരും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിന്നെ ഞാൻ ചവിട്ടാൻ അറിയാമെങ്കിൽ ചവിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആകെ വഷളാവും. കടന്നു പോടാ പുറത്ത്. മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാക്കാൻ നടക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് കുറച്ച് ശാന്തി ഉണ്ടാക്കാൻ നോക്ക്, പുണ്യം കിട്ടും. അത് തന്നെ ഞാൻ ചെയ്തത്. ആ കുഞ്ഞിനും അവന്റെ അമ്മയ്ക്കും അല്പം ശാന്തി കിട്ടിയില്ലേ? ഇറങ്ങടാ. ഇനി നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ചെയ്തു തന്നിടത്തോളം സഹായം കൊണ്ട് തന്നെ തൃപ്തിയായി. തൃപ്തിയായി എന്ന് പറയാൻ ഞാൻ രാമചന്ദ്രനല്ലാതെ നിങ്ങളെ ആരെയും സേവിച്ചിട്ടില്ലല്ലോ മിസ്റ്റർ മാധവൻ നായർ. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. എന്നാലും പറയുകയാണ്, ശ്രീകുട്ടൻ രാമേന്ദ്രന്റെ കുഞ്ഞാണ്. തന്റെ അന്ത്യകർമ്മം സ്വന്തം മകൻ തന്നെ നടത്തണമെന്ന് രാമേന്ദ്രൻ ഉള്ളാൽ ആഗ്രഹിച്ചിരുന്നു. അതെനിക്കറിയാം. മനുഷ്യ, എന്തിനെന്നെ ചതിച്ചു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സ്നേഹിച്ചില്ലേ? വിശ്വസിച്ചില്ലേ? ഏത് കാര്യത്തിനും ഒപ്പം നിന്നില്ലേ? എന്നിട്ടും മോനെ, മോനെ ശ്രീകുട്ട. എന്താ മോനെ? വേണ്ട, എന്റെ അച്ഛനെ കത്തിക്കില്ലേ? മോനെ, എന്തൊക്കെയാ നീ പറയുന്നത്? അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ വരും. അച്ഛാ, അച്ഛാ. അയ്യോ ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. പ്രിയല്ലേ അത്? അതെ. എന്താ ഇത്? ഇതെങ്ങോട്ടാ കുഞ്ഞിനെ കൊണ്ട്? ഞാൻ കണ്ടില്ലേ, ശ്രീകുട്ടൻ പനിച്ചു പൊള്ളുന്നു. അച്ഛനെ വേണത്ര. ഞാൻ എന്താ ചെയ്യാ? വണ്ടി കയറി. കുറച്ചു കാലം ഒന്ന് സൂക്ഷിക്കണം. കുട്ടികളുടെ മനസ്സിന്റെ താളം തെറ്റാൻ ഒരു നിസ്സാര ഷോക്ക് മതി. കുറെ ചിരിയും ബഹളവും ഒക്കെ ഉണ്ടായാൽ തന്നെ സാവകാശം ശരിയാകും. വരട്ടെ. പ്രിയേ മോനെ റോഡിൽ വെച്ച് കണ്ടത് ഭാഗ്യമായി.
അല്ലെങ്കിൽ ആളെ കാണാതെ ഞങ്ങൾ തിരിച്ചു പോയനെ. ഞാനിപ്പോ ഭാരതി കൺസ്ട്രക്ഷൻസ് വിട്ടു, വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ വരാൻ സാധിച്ചൊന്നും വരില്ല. ആ, ഈ പനി സാരമില്ല, നോക്കിക്കോ. നാളെ രാവിലെ ശ്രീകുട്ടൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. കരയണ്ട. മോനുണർന്നു. എന്താ ഇത്? കുറെ ചിരിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ശരിയായിക്കോളൂ പറഞ്ഞിട്ടല്ലേ ഡോക്ടർ ഇപ്പൊ ഇറങ്ങിപ്പോയത്? ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ചിരിക്കുന്നത്? എന്താ മോനെ, മോൻ എന്താ നോക്കുന്നത്? അച്ഛൻ എവിടെ അങ്കിൾ? അച്ഛൻ എന്താ വരാത്ത? അച്ഛൻ വരും. അച്ഛനോട് അടുത്തൊരു സ്ഥലത്ത് പോയിരിക്കുക. ഏത് സ്ഥലത്ത്? സ്വർഗത്തില്. അച്ഛൻ സ്വർഗത്തിൽ പോയതാ മോനെ. ആ, ശ്രീകുട്ടന്റെ സൈക്കിൾ പോയ സ്വർഗത്തിലാ? സൈക്കിളോ? ഏത് സൈക്കിള്? അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മോന്റെ സൈക്കിൾ പോയ സ്വർഗത്തില് മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ ഉണ്ടെന്ന്. അവരൊക്കെ മിന്നാമിനിങ്ങായി പറന്ന് നടക്കാന്ന്. അതുപോലെ അച്ഛനും ഇപ്പൊ മിന്നാമിനിങ് ആയിട്ടുണ്ടാവോ? അതെ, മിന്നാമിനുങ്ങായി മാറി അച്ഛൻ അവിടെ സ്വർഗത്തിൽ സുഖമായി കഴിയ. എനിക്ക് അച്ഛനെ കാണണം അങ്കിൾ. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. മോൻ അച്ഛനെ കാണണം, അത്രയല്ലേ വേണ്ടു? പോവാം, എന്തായാലും പോവാം. പോയിട്ട് നമുക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം. അതിനുമുമ്പ് മോൻ ഉറങ്ങും, നന്നായിട്ട് ഉറങ്ങും. മോൻ ഉറങ്ങുന്നത് അച്ഛൻ കാണട്ടെ.